ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് സഞ്ജയ് ദത്തിൻ്റെ ഡ്രോയിങ് ഫേസാണ്. അതായത് ഫേസ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഹെയറിൻ്റെ കുറച്ച് ഭാഗം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഭാഗത്ത്, അതായത് താഴെ കുറച്ച് ഭാഗത്ത് ഷെയ്ഡ് ചെയ്യാനുണ്ട്. എങ്ങനെയായാലും നമുക്ക് ഇതിൽ ഒരാളെ വരയ്ക്കണമെങ്കിൽ ഒരു 3 പാർട്ടെങ്കിലും ആയിട്ട് വീഡിയോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പം ഫേസ് മാത്രമാണെങ്കിൽ പോലും നമുക്കൊരു 4 പാർട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഡ്രോയിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 പേരാണ് വരയ്ക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളെ വരയ്ക്കുമ്പം കുറച്ചൊരു 3 പാർട്ടെങ്കിലും ആക്കി തീർക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതിൽ നല്ല രീതിയിൽ ഷെയ്ഡിങ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സമയമെടുക്കും. ഞാൻ വീഡിയോ ഒരുപാട് ഓടിച്ചൊന്നും കാണിക്കുന്നില്ല, സ്പീഡിലൊന്നും കാണിക്കുന്നില്ല. എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ചെയ്യാനുള്ളൊരു സ്പീഡിലൊക്കെ ഞാൻ വീഡിയോ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പീഡ് കുറച്ചുകൂടിയാണ് നമ്മൾ കാണിക്കുക. അപ്പം എങ്ങനെയായാലും ഒരു 3 പാർട്ട് പ്രതീക്ഷിക്കാം ഒരാളെ വരയ്ക്കുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴും പലർക്കും ഗ്രിഡ് ലൈൻസ് വരയ്ക്കേണ്ട എങ്ങനെയാണെന്നുള്ള രീതി മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവരും ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഞാൻ 2 സെൻറ്റിമീറ്റർ എടുത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രോയിങ്ങിൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുത്താണ് ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത്. അപ്പം അങ്ങനെ എടുത്തിട്ടും ഞാൻ ചെയ്യുന്നില്ല. അതായത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് അവർ വരച്ച് നോക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല എന്ന് കമൻറ്റ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന മുടിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ 6B പെൻസിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ ആദ്യം യൂസ് ചെയ്യുന്നില്ല, ഡാർക്ക്നെസ് കുറഞ്ഞ പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിന് മുകളിൽ കൂടെ രണ്ടാമത് നമ്മൾ 10B യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചാണ് ഞാൻ വരച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ നോക്കുമ്പോൾ അവിടെ നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. എന്നാലും നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് ഷെയ്ഡ്, അതായത് ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ യൂസ് ചെയ്യുന്നില്ല, ഡാർക്ക്നെസ് കുറഞ്ഞ പെൻസിൽ തന്നെയാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീടാണ് നമ്മൾ ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ അതിന് മുകളിൽ കൂടെ രണ്ടാമത്തെ ലെയറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴും ഈ രീതി തന്നെ വരച്ച് പോവുക. പിന്നെ ഇപ്പം മുടി വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, ആ മുകൾ ഭാഗം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ കിട്ടുന്ന രീതിയിൽ തന്നെ അങ്ങ് ചെയ്യാം. അതിന് താഴേക്ക് വരുന്നത് നല്ല ഡാർക്ക്നെസ്സാണ് വരുന്നത്. അപ്പം ആ ഒരു ഭാഗത്തേക്ക് ഈ പറഞ്ഞ പോലെ ഡാർക്ക്നെസ് കൂടിയുള്ള പെൻസിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് പോകുന്നുള്ളൂ, കാരണം നമുക്കവിടെ ഫുള്ള് ഡാർക്ക്നെസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം നമുക്ക് ഷെയ്ഡ് ചെയ്ത് പോയാൽ മതി, അവിടെ നമുക്ക് മുടിയായിട്ട് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് പോവുക. നമ്മൾ ഫോട്ടോയിൽ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ഇങ്ങോട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നീട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് പോവുകയാണ്.
അപ്പോൾ നമ്മൾ ആദ്യം ഫുള്ളായിട്ട് 6B പെൻസിൽ ഉപയോഗിച്ച് ഒരു ഷെയ്ഡ് ചെയ്തു. അതിനുശേഷം രണ്ടാമത് നമ്മൾ 10B ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമതൊരു ലെയർ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഷെയ്ഡ് ചെയ്ത് വരുമ്പം ഡാർക്ക്നെസ് കൂടി വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പോവുക. ഒരുപാട് സ്പീഡിൽ ചെയ്യാണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് പോവുക. കാരണം എല്ലായിടത്തും ഒരുപോലെ പറഞ്ഞ ഷെയ്ഡിങ്. കാരണം നമ്മൾ ആ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അവിടെ ഫുള്ളായിട്ട് തന്നെ ആ ഒരു ഷെയ്ഡ് ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. ഇടയ്ക്ക് വിട്ടു പോകാണ്ട് ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് പോവുക. പിന്നെ ഞാൻ ഓരോ വീഡിയോയ്ക്കൊന്നും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഓരോ ദിവസമായിട്ട് ഞാൻ ചെയ്യാം. എനിക്ക് ഇച്ചിരി സമയം വേണമെന്ന് ഞാൻ എല്ലാ വീഡിയോയ്ക്കൊന്നും പറയാറുണ്ട്. അപ്പം വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അത് നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തു പോകാം. നമ്മളൊരു ഡ്രോയിങ് ചെയ്യുമല്ലേ, അപ്പോൾ ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആകാനുള്ളൊരു സമയം വേണം. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം വേണം. അപ്പം അതിനുള്ള സമയം വേണം. പിന്നെ എനിക്ക് വേറെയും ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വീഡിയോ ഉണ്ട്. അപ്പം അതിൻ്റെ സമയം കൂടെ വേണം. നിങ്ങളൊന്ന് ക്ഷമയോടെ ഇരിക്കുക. നമുക്ക് ചെയ്യാം, ഓരോ ദിവസമായിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓരോ തവണയും ഷെയ്ഡ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡ് അവിടെ വന്നോ എന്ന് നോക്കുക. ഫോട്ടോയിൽ നോക്കിയിട്ട് ഫോട്ടോ നോക്കുമ്പം അതുപോലെ ഷെയ്ഡ് വന്നില്ലെങ്കിൽ വീണ്ടും ഒരു ലെയറോട് ചെയ്യുക. നമുക്ക് ആ ഫോട്ടോയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ സ്റ്റെമ്പ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പേപ്പർ സ്റ്റെമ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ആ ഒരു ഷെയ്ഡിങ് എല്ലായിടത്തും നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അത് എല്ലായിടത്തും ഒരുപോലെ തന്നെ ഷെയ്ഡിങ് വരണം, ഫില്ലാവണം ഫുള്ളായിട്ട്. ഇടയ്ക്കൊന്നും വേറെ വൈറ്റ് ഏരിയാസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് പോവുക. ഷെയ്ഡ് ചെയ്തിട്ട് ഇപ്പം ബ്ലെൻഡോട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ മുടിയുടെ കുറച്ച് ഭാഗത്ത് നെറ്റിലായിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഫോട്ടോ കാണുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതൊന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ മുടിയായിട്ട് വരയ്ക്കണമെന്നില്ല.
ആ ഭാഗത്തൊക്കെ കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഏരിയാസൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ആ ഒരു ഭാഗം നോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നീട് രണ്ടാമത്തെ ലെയറായിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈറ്റായിട്ടുള്ള ഏരിയാസ് വരുന്നിടത്ത് ലൈറ്റ് ലൈൻസ് ഒന്ന് മായ്ച്ച് കൊടുക്കുക കേട്ടോ. കാരണം അവിടെ നമ്മൾ തെളിഞ്ഞ് കാണാൻ പറ്റില്ല ലൈറ്റ് ലൈൻസ്. ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ഉള്ളിടത്താണെങ്കിൽ കുഴപ്പമില്ല. ലൈറ്റായിട്ട് ഷെയ്ഡ് വരുന്നിടത്ത് ലൈറ്റ് ലൈൻസ് ഒന്ന് മായ്ച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മളിവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് വലിയ ആവശ്യം അടുത്തൊരു പാട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വരച്ചെടുക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടൊക്കെ വേണ്ടി ചോദിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.